വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പെടുത്തതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വെറുതെ മീൻസ് വീട്ടിലത്തെ പണിയല്ല, വീട്ടിൽ പണിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് 2-3 ദിവസമായിട്ട് എഡിറ്റ് ചെയ്യാനും ഒന്നുമില്ല, എന്നിട്ടൊരു സുഖമില്ല. അപ്പം ഏതായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയറുമാണ് ഉണ്ടാക്കിയത്. പിന്നെ മക്കള് സ്കൂളിൽ പോണ തിരക്കായതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇവിടെ ബോയ്സ് സെക്ഷനും ഗേൾസ് സെക്ഷനും 2 ടൈം ആയതുകൊണ്ട് തന്നെ ആദ്യം അമിമോനും ആദ്യം പോയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഇലു പോവുക. അപ്പോൾ ഇലു പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള പണികളിലേക്കൊക്കെ ഇറങ്ങി. എൻ്റെ അടിച്ചു വാരലും തുടയ്ക്കലും വീട്ടിലത്തെ എല്ലാ പണികളും മീൻസ് ഇങ്ങനത്തെ പണികളൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ കിച്ചണിലേക്ക് പോവുക. ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കിച്ചണിന് നല്ല സ്മെല്ല് കിട്ടോ. പോയി നോക്കിയപ്പോൾ ഇക്കാക്ക അവിടെ ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിന്. അപ്പം എനിക്ക് മനസ്സിലായി പായസം ഉണ്ടാക്കാനാണ്. ഈ പായസത്തിലേക്ക് തേങ്ങ കഷ്ണങ്ങളാക്കി അരിഞ്ഞുകൊണ്ട് വറവിടും കേട്ടോ. അപ്പോൾ ഇത് ഈ ചിരട്ടേന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഗ്യാസിൻ്റെ അടിയിൽ കുറച്ച് നേരം വെച്ചാൽ ഇതുപോലെ നല്ല സുഖമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ ഞാൻ എൻ്റെ ആ പണികളൊക്കെ നിർത്തി വെച്ച് കണ്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇക്കാക്കൻ്റെ കൂടെ കൂടിയിട്ടു. എൻ്റെ ഇക്കാക്കൻ്റെ ഫേവറേറ്റ് പായസമാണ് ചെറുപയർ പരിപ്പ് പായസം. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് ഒറ്റ വിസിലടിപ്പിക്കുക. ഒരു നുള്ളു ഉപ്പ് ഇടണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ശർക്കരപ്പാനി കുറേ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് മുഴുവൻ ഒഴിക്കാതെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ശർക്കരപ്പാനി ഒഴിച്ചതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് തേങ്ങൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 2ാം പാലും കൂടുതലാണ്. അങ്ങനെ അത് ഒഴിച്ചതിൻ്റെ ശേഷം അത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് തിളച്ചതിൻ്റെ ശേഷം 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1ാം പാൽ ഒഴിച്ചതിൻ്റെ ശേഷം വീണ്ടും ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇടുക, വീണ്ടും ഇളക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പായസം റെഡി ആയിന്. അപ്പോൾ നമുക്കത് ഓഫാക്കിയിട്ട് മൂടി വെക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തുകളുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തും അതേപോലെ കാഷ്യും ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. ഈ പായസത്തിൽ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് അധികം തന്നെ തേങ്ങ ഇട്ടണ്. നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ലെങ്കിൽ ഇത്ര ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നെയ്യ് ഇത്തിരി കുറവാണെന്ന് തോന്നിയുകൊണ്ട് അതിൻ്റെ മേലേക്ക് ഇത്തിരിമ്പാടി നെയ്യ് ഒഴിച്ച് കൊടുത്തിണ്. നല്ലോണം ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ, പായസം റെഡിയാണ്. ഇത് ഇളക്കി നോക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പം തോന്നണില്ലേ? അതന്നെ നമ്മളെ ശർക്കരപ്പാനിയും 1ാം പാലും 2ാം പാലും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ പായസം അത്യാവശ്യത്തിന് നല്ല ലൂസായിന്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കുക്കറിൽ കുറച്ച് പരിപ്പ് വിസിലടുപ്പിച്ച് കണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തണം കേട്ടോ. അപ്പം നമ്മളെ പായസം നല്ല സെറ്റായിട്ട് കിട്ടീന്. അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത നല്ല കറക്റ്റ് പാകത്തിന് കിട്ടീന്. പിന്നെ ഇതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താ വെച്ചാൽ ഈ വൈറ്റ് തേങ്ങൻ്റെ ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ബാക്കി വന്ന തേങ്ങാപ്പാലിലാണ് ഇത് കുക്കറിൽ വിസിലടിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ് ഈ വൈറ്റ്. പക്ഷെ കാണാൻ മാത്രമേ വൈറ്റ് ഉള്ളൂ. പായസം നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പായസത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനും കാക്കും പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ക്ലീനിങ്ങിലേക്ക് നിർത്തി വെച്ച ക്ലീനിങ് ഉണ്ടല്ലോ അതിലേക്ക് വീണ്ടും ഇറങ്ങി. ഈ റൂം കണ്ടോ, ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണിത്. ഡെയിലി നടക്കുന്ന പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഞാൻ മടക്കി വെക്കുകയാണ്. ഈ ഉടുപ്പ് ഇലുവിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേൻ്റെ ഡ്രസ്സാണ്. ആ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇലുവിന് നല്ല രസമുണ്ട് ഈ ഉടുപ്പിട്ടിട്ട്. എനിക്ക് ഓളയിൽ നല്ല ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പാണിത്. അങ്ങനെ മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഇവിടെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കാനായിട്ട് വന്നാണ്. ഇവിടൊക്കെ ഇതന്നെ അവസ്ഥ. അവർ ടൈം ടേബിളൊക്കെ നോക്കി എടുത്ത് വെച്ച് കണ്ട് പുസ്തകങ്ങളൊക്കെ അങ്ങനെ നേരമില്ലാതെ വലിച്ചു വാരി ഇട്ട് പോണതാണ്. അപ്പം ഞാനിവിടെ നന്നാക്കണതിൻ്റെ ഇടയിലുണ്ടല്ലോ ഇതൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. എന്തൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഇതാ അങ്ങനെ ഓരോന്നിങ്ങനെ കുറച്ച് നേരം ഓല കലാവിരുതുകളൊക്കെ കണ്ടാൽ ഞാനതങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ഇതൊക്കെ അതിൻ്റെ കലാവിരുതുകളാണ്. ഞാൻ ഡെയിലി ഇവർക്ക് 3 ആക്കും. ഓരോരുത്തർക്കും ഓരോ മണിക്കൂർ വെച്ചിട്ടാണ് TV കൊടുക്കുക. അതിൽ കൂടുതൽ ഞാൻ TV കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യും എന്നുള്ളതിൽ
കുറേയൊക്കെ ഓരിങ്ങനെ ഒറ്റക്ക് കളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് പരിപാടി. എന്നോട് പ്രിൻ്റ് എടുത്ത് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ കുട്ടികളെ കൂടുതൽ ടൈം ഇങ്ങനെ ടി വിൻ്റെ മുന്നിൽ ഇരുത്തണതിന് പകരം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ ഓല അതിൽ ആക്റ്റീവ് ആയിക്കോളും. പിന്നെ ഓല ക്രിയേറ്റിവിറ്റി ഒക്കെ ഇങ്ങനെ വളർന്നു വരും. നമ്മളെ എളുപ്പത്തിനും വേണ്ടിയിട്ട് ഓരവിടെ ടി വി കണ്ടിരുന്നോട്ടെ, അത്രയും നമുക്ക് സുഖമായല്ലോ എന്നൊക്കെ വിചാരിച്ച് ടി വി ഇട്ട് കൊടുത്താൽ മക്കൾ ടി വി വെറുതെ ഓരോന്ന് കണ്ട് ഇതാവും എന്നല്ലാതെ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം കുറഞ്ഞ് കിട്ടും ചെയ്യും, ഓലെ ക്രിയേറ്റിവിറ്റി കൂടും ചെയ്യും. ഇതൊക്കെ ആദ്യൻ്റെതാണ് കേട്ടോ. 2025 എന്നൊക്കെ എഴുതികാണ്ട് കലണ്ടറൊക്കെ ഒട്ടിച്ച് വെച്ചിന്. ഡേറ്റൊക്കെ എന്തൊക്കെയോ ടിക്കറ്റ് ഇട്ട് വെച്ചിന്. എന്തിനാ ടിക്കറ്റ് ഇട്ടതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതാ സെപ്റ്റംബർ ഒക്ടോബർ 3-ാം തീയതി റൗണ്ട് ഇട്ട് വെച്ചിന്. അതേപോലെ നവംബർ 9 റൗണ്ട് ഇട്ട് വെച്ചിന്. അതെന്താ വെച്ചാൽ സെപ്റ്റംബർ 3 ഒക്ടോബർ 3 ഇന്ത്യക്കാക്കിൻ്റെ ബർത്ത് ഡേറ്റുകളാണ്. നവംബർ 9 ഓൻ്റെതും. അപ്പം അതങ്ങനെ റൗണ്ട് ഇട്ടതാണെന്നാണ് തോന്നണത്. പിന്നെ എന്തൊക്കെയോ കുറേ ചിത്രങ്ങളും സ്റ്റിക്കേഴ്സും ഒക്കെ എനിക്ക് തോന്നിയ പോലെ ഇങ്ങനെ വരച്ച് വെച്ചിന്. അപ്പം ഞാനതൊക്കെ നോക്കി. പിന്നെ ഇവിടെ മൊത്തം റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇതാ ഫ്രഷ് ആക്കി വെച്ചിന്. ഇത് എത്ര നേരം ഇങ്ങനെ നിൽക്കുന്നൊന്നും അറിയില്ല. ഓല് വന്ന് ആ ബാഗൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെച്ച് കണ്ട് പുസ്തകങ്ങളൊക്കെ എടുക്കണ വരെ ഉണ്ടാവുള്ളൂ ഈ വൃത്തി. പിന്നെ ഇതാ അത് കഴിഞ്ഞ് നേരെ ലിവിങ്ങിലേക്ക് വന്നാണ്. ലിവിങ്ങിൽ ഇതാ ഈ കാണുന്നതൊക്കെ ഇലുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇലുവിൻ്റെ കുട്ടികളാണെന്നാണ് ഓള് പറയണത്. ഇവളെ കൂടെ എത്ര നേരം വേണമെങ്കിലും ഓള് കളിച്ചോളും. ഓൾക്ക് കളിക്കാൻ വേറൊരാളെ ആവശ്യമില്ല. ഇവളെ കൂടെ ഓല് സംസാരിക്കണ പോലെ ഡബ് ചെയ്ത് കണ്ട് ഓൾക്കും വേണ്ടിയിട്ട് ഓൾ തന്നെ സംസാരിക്കും, ഓളതും ഓൾ തന്നെ സംസാരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓല് തമ്മിൽ സംസാരിച്ച് കണ്ട് ഓളെ കൂടെ കളിക്കട്ടോ. അങ്ങനെ ഇതാ ലിവിങ്ങൊക്കെ ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് തുടക്കലാണ്. അതൊക്കെ കഴിഞ്ഞ് ഇതാ ഇപ്പോൾ ഈവനിങ് ആയിന്. ഇപ്പോൾ ഇലു വന്നാണ്. അമ്മിമോനും ആദ്യം വരുന്നത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നേലും നല്ല ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. എന്താ അറിയില്ല, ബ്ലോക്കിൽ എന്തോ കുടുങ്ങി തോന്നുന്നുണ്ട്. അപ്പോൾ ഓളെ എത്തലും ഓളെ മദ്രസ് തുടങ്ങലൊക്കെ ഒരുമിച്ചേനി. ഓള് വേഗം ഫ്രഷായി കണ്ട് നേരെ മദ്രസിലേക്ക് ഇരുന്ന്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈമില്ലേനി. അപ്പോൾ മദ്രസ് അറ്റൻഡ് ചെയ്യലും ഞാൻ അപ്പം തന്നെ ഓൾക്ക് ചോറ് വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ക്യാബേജിൻ്റെ ഉപ്പേരിയാട്ടോ ഉണ്ടാക്കിയത്. അത് ഞാനല്ല ഉണ്ടാക്കിയത്. ഞാനിവിടെ ക്ലീനൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ കാക്ക ഉണ്ടാക്കിയതാണ്. അതാണ് ഞാൻ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. പിന്നെ ഞാൻ അന്നേരം പായസം കുടിച്ചതുകൊണ്ട് ഞാൻ ചോറ് തിന്നിട്ടില്ല. ഇനി വയറ് അത്യാവശ്യം ഫുള്ളായ പോലെ ഉണ്ടേനി. പിന്നെ ഇതാ ഇലൂന് കൊടുക്കണ കൂടെ ഇപ്പോഴാണ് ഞാനും ചോറ് തിന്നണത്. മറ്റേത് മേലക്ക് മുട്ടിക്ക് മേലക്ക് കൊണ്ടുപോ. ഞാൻ ഇമ്മക്കൂടെ തന്നെ താഴത്തേക്ക് വന്നിട്ട് നെക്സ്റ്റ് താഴെ എഴുതിയാ. ഇതിപ്പോൾ രാത്രി ആയിരുന്നു കേട്ടോ. രാത്രിയത്തെ ഹോംവർക്ക് ചെയ്യണതാണിത്. അതിൻ്റെ ഇടയിൽ നടന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഇവലുണ്ടാവുമ്പോഴേക്ക് വീഡിയോ എടുക്കൽ കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ രാത്രി ഹോംവർക്ക് ചെയ്യുന്ന ടൈമാണ്. ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.